എന്റെ ദൈവം, ഇതെന്താ അവസ്ഥ? പുരുഷന് യുദ്ധം വല്ലതും ഉണ്ടാ? യുദ്ധമൊന്നുമില്ല, ഒരു ഷൂട്ടുണ്ട് ചൂടിൻ്റെ. ഇത് പിടിച്ചേ, ഒരു മിനിറ്റ്. ഇതുകൂടെ പിടി. ഗ്ലൗസ് ഇപ്പം തരാം. എൻ്റെ ഗ്യാരണ്ടി കളറാണ്, നിനക്കാണ് ഇത് വേണ്ടത്. നമുക്കേ ചൂടിൻ്റെ ഒരു ഷൂട്ടുണ്ട്. ബാ വേണ്ട, ഇപ്പം തന്നെ പോകണം. അനീഷ എവിടെ എം പി ഉള്ളത്? എസ് എൻ കോളേജിലേക്ക് വരും അല്ലേ? ഞങ്ങൾ എസ് എൻ കോളേജ് എത്ര നേരം ഉണ്ടാവും വുമൻസിൽ? അന്നേരം ഞാൻ അങ്ങോട്ട് വരാം. എടാ ഗോകുലേ, എടാ ഈ കാറിൻ്റെ AC കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ AC ഒന്നും അല്ല, അന്യായ ചൂടാകണം പറയാൻ. എന്തൊരു വെയിലാടാ. ചൂടങ്ങനെ അല്ല, ഈ ചൂടത്ത് നിങ്ങളെങ്ങനെ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയെന്നാണ് എൻ്റെ ചോദ്യം. ഒന്നും പറയണ്ട. എന്തായാലും ചെയ്താലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഈ ജംഗ്ഷനുകളിലും കവലകളിലും ഒക്കെ പോകുന്നുണ്ട്. കൂടെ നിങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ക്യാമറയും ഈ സംവിധാനങ്ങളുമായിട്ട് നിങ്ങളെങ്ങനെ ഈ ചൂടിനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. നിങ്ങളൂടെ ഓടുക. ശരി, ഓക്കെ. ഏതായാലും കുഴപ്പമില്ല. എൻ്റെ പൊന്നെണ്ണ എന്തൊരു ചൂടാണ്. ഇങ്ങനെ പോയാ കറുത്തു പോകല്ലോ. കറുത്ത് വന്നു ഞാൻ. ചൂടാ, ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ചൂടാ. ഇനി കറക്കാൻ ഇനി ഒന്നുമില്ല. സത്യത്തിൽ ഈ മരത്തിൻ്റെ അടി നിൽക്കുമ്പോഴേ അല്പം ആശ്വാസമുണ്ട്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഷാസേ, ഒരു വെള്ളം കുടിച്ചാലോ? ബാ. ലൈം ടീ ഉണ്ട് കേട്ടോ. ഒരു ലൈം ടീയും ഒരു ക്യാരറ്റ് ജ്യൂസും. ആഹാ, സൂപ്പർ ലൈം ടീ. ഇങ്ങോട്ട് ഒരെണ്ണമൊന്നും പോരാ, എനിക്കൊന്നുകൂടെ വേണം. ഇത് തന്നെയാണ് സാധാരണ റിപ്പോർട്ടർമാരായാലും ക്യാമറമാരായാലും ഉഷ്ണകാലത്ത് റിപ്പോർട്ടിങ്ങിനുള്ള രീതി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ തിരക്കുണ്ടാകും, തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ടൊക്കെ തന്നെ എപ്പോഴും വെയിലത്തിറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ലൈം സോഡയും ക്യാരറ്റ് ജ്യൂസും ഒക്കെയാണ് ആശ്രയമായിട്ടുള്ളത്. പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന വെയിൽ പണിയെടുക്കുന്നവർക്ക് സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ഉള്ളത്. അതുകൊണ്ട് ഉഷ്ണേന ശാന്തി എന്നുള്ള തത്വം അവലംബിച്ച് തന്നെ പോവുകയാണ്. എടാ സത്യത്തിലേ, നേരത്തെ കുരുവള പറഞ്ഞില്ലേ കറുത്തു പോകുന്നു. ഞാൻ കറുത്തു പോയെന്നറിയോ? ഇലക്ഷൻ വരുന്നതെല്ലാം ഈ ഏപ്രിൽ മാസത്തില്ല. അങ്ങനെ വെയിൽ കൊണ്ട് സത്യമായിട്ട് ഞാൻ കറുത്തു പോയത്. സൂപ്പർ തള്ള കേട്ടോ. എന്നെക്കാട്ടി നല്ല വെയിലല്ലേ. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായരുണ്ടൊപ്പം. ഗുഡ് മോർണിംഗ് കണ്ണൻ നായർ. ഞാനേ ഒരു സിനിമാ ഡയലോഗ് ആലോചിക്കുകയായിരുന്നു. ഈ കാണുന്ന ഞാനില്ലേ, ഇത് ശരിക്കുള്ള ഞാനല്ല, ശരിക്കുള്ള ഞാൻ വേറെ എവിടെയോ ആണ് എന്ന് പറഞ്ഞത്. കറുത്തുപോയതിൻ്റെ കഥ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അറിയാതെ ആലോചിച്ച് പോയതാണ്. എൻ്റെ പൊന്നടാവുക, വെയിൽ കൊള്ളുന്ന കണ്ടിട്ടുണ്ടല്ലോ. കണ്ണൻ നായരെ സൂക്ഷിക്കണം. പുറത്തിറങ്ങുമ്പോൾ ഇമാതിരി വെയിലിൽ നിന്ന് ഒരല്പം ആശ്വാസത്തിന് ഇടയ്ക്കെങ്കിലും ഒന്ന് മാറി നിൽക്കണം കേട്ടോ. ഒന്നും പറയേണ്ട, തെരഞ്ഞെടുപ്പല്ലേ, എങ്ങനെയാണ് മാറിയിക്കുക എന്നുള്ളതാണ് കാര്യം. എല്ലാ ആൾക്കാരും നമ്മുടെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ചിലപ്പം അല്പം തള്ളു കിട്ടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ മാറിയിരിക്കുന്നു. പിന്നീട് കാറി കയറുന്നു, ഏസിയിട്ട് പോകുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, നമ്മുടെ ഒരു ചുമട്ടുതൊഴിലാളികൾ, ലോട്ടറി വിൽക്കുന്ന ചേട്ടന്മാർ, അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. അവരൊക്കെ തന്നെ ഈ ജീവിക്കാൻ വേണ്ടി പകലന്തിയോളം പണിയെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി പോയ സമയത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർ ബ്രിഡ്ജിന് താഴെ ഒരു ചേച്ചി ലോട്ടറി എടുക്കുന്നുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു ചൂട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും പറയുന്നില്ല.
ജീവിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് സമാനമായ രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. കാര്യം ഇലക്ഷൻ സമയമാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോഴും ഈ വാർത്തയുടെ നമ്മൾ ഈ തിരക്കെന്താണ് എന്ന് അല്ലെങ്കിൽ ചൂടെന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ വാർത്ത ചെയ്തത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു 12 മണിക്ക് മുമ്പ് ഷൂട്ട് അവസാനിപ്പിക്കും. അതിനുശേഷം 3 മണി 4 മണിയോട് കൂടിയാണ് പിന്നീട് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ ഷൂട്ടിന് ഇറങ്ങുന്നത്. എങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ രീതിയിൽ എന്താ പറയുക, ഉഷ്ണം കാരണം പുറത്തേക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. പലപ്പോഴും ഇടുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും വിയർപ്പിൽ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ റിപ്പോർട്ടിങ്ങിന്റെ മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ എല്ലാ ഒരു അവസ്ഥ അത് തന്നെയാണ്. അതിന് സമാനമാണ് നമ്മളുടെയും രീതി, അല്ലെങ്കിൽ നമ്മുടെയും റിപ്പോർട്ടിംഗ് രീതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചൂട് എങ്ങനെയാണ് എന്നുള്ള രീതി നമ്മുടെ ജോലിയെ കൊണ്ട് തന്നെ ചെയ്ത് കാണിച്ചത്. അതൊരു തമാശ രൂപേണ നമ്മുടെ ഒരു തമാശ രൂപേണ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് മോദി. തീർച്ചയായിട്ടും കണ്ണൻ നായർ, അതുപോലെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയണം. നമ്മുടെ ലൈവിലൊക്കെ, യൂട്യൂബ് ലൈവിലൊക്കെ പലരും കമൻറ്റ് പറയാറുണ്ട്, നിങ്ങൾക്കെന്താ ജീവിതം സുഖമല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ. അങ്ങനെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്ന കാണുമ്പോൾ ഞാനും മനസ്സിൽ അല്പമെങ്കിലും വിഷമത്തോടെ ആലോചിക്കാറുണ്ട്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇതുപോലെ കണ്ണൻ നായരെ പോലെ ഉള്ളവരൊക്കെ വെയിലത്തിറങ്ങി നടക്കുന്നത്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓരോ ദൃശ്യങ്ങളും പകർത്തിയെടുക്കുന്നത് ക്യാമറാമാൻമാർ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ചില കമൻറ്റുകൾ കുറച്ചധികം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ കൂടിയാണ്. അപ്പോൾ ഇതെന്തായാലും കാണിച്ചത് നന്നായി കണ്ണൻ നായർ. മികച്ച ഒരു ദിവസമായിരിക്കട്ടെ ഇന്നെന്ന് ആശംസിക്കുന്നു.